Good morning, children. നമ്മൾ യൂണിറ്റിന്റെ കൺക്ലൂഡിംഗ് സെഷനിലേക്ക് എത്തുകയാണ്. നമ്മളുടെ പ്രധാനപ്പെട്ട രണ്ട് സെൻസ് ഓർഗൻസ് നമ്മൾ കണ്ടു, ഐസ് ആൻഡ് ഇയേഴ്സ്. ഇനി ബാക്കി 3 സെൻസ് ഓർഗൻസോടുണ്ട്, ടങ്, നോസ് ആൻഡ് സ്കിൻ. അപ്പൊ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ്, ടു ഡിറ്റക്ട് ടേസ്റ്റ്. Tongue is the organ, sense organ to detect taste. നമുക്കറിയാം, നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഇതുവരെ കണ്ടുവന്നത് 4 തരത്തിലുള്ള ടേസ്റ്റ് ഉണ്ടെന്നാണ്, അല്ലെ? സ്വീറ്റ്, സോൾട്ട്, സോർ ആൻഡ് ബിറ്റർ. അപ്പൊ ഈ ടേസ്റ്റ് നമ്മുടെ ടേസ്റ്റ് ബഡ്സ്, നമ്മുടെ ടങ്ങിൽ കാണുന്ന ടേസ്റ്റ് ബഡ്സിലാണ് ഈ ടേസ്റ്റ് റിസപ്റ്റേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ടേസ്റ്റിനെയും ഡിറ്റക്ട് ചെയ്യാൻ കഴിവുള്ള, റിസീവ് ചെയ്യാൻ കഴിവുള്ള റിസപ്റ്റേഴ്സ്, കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറയും. ഇത് ഈ ടേസ്റ്റ് ബഡ്സിലാണ് കാണുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ടങ്ങിന്റെ ഏതെല്ലാം പോർഷൻസിലാണ് ഈ ടേസ്റ്റ് റിസപ്റ്റേഴ്സ്, ഓരോ തരത്തിലുള്ള ടേസ്റ്റ് റിസപ്റ്റേഴ്സ് ഉള്ളതെന്ന് നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാം. നമ്മുടെ ടങ്ങിന്റെ ഏറ്റവും ടിപ്പിൽ കാണുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള സ്വീറ്റ് ടേസ്റ്റ്. ഉള്ള സ്വീറ്റ് ടേസ്റ്റിനെ റിസീവ് ചെയ്യാൻ കഴിവുള്ള റിസപ്റ്റേഴ്സ്, കീമോ റിസപ്റ്റേഴ്സ്. അതിന് തൊട്ട് ബാക്കിലായിട്ടാണ് സോൾട്ടി. ബിറ്റർ കണ്ടോ, ഏറ്റവും പുറയിലാണ്, ടങ്ങിന്റെ ഏറ്റവും പുറകു ഭാഗത്തായിട്ടാണ്, പിൻഭാഗത്തായിട്ടാണ് അത് ബിറ്ററിന്റെ ടേസ്റ്റ് റിസപ്റ്റേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 സൈഡിലായിട്ടും സവർ ടേസ്റ്റ്, സവർ, പുളിപ്പ്. അപ്പൊ ഈ 4 എണ്ണമാണ് ഇത്രയും നാള് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് പുതിയ 1-2 ടേസ്റ്റുകളിലൂടെ സയന്റിസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ബ്രെയിൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ കളർ എന്ന് പറയുന്നത് ഈ റോഡ് സെൽസിന്റെ, കോൺ സെൽസിന്റെ പല കളറിലുള്ള കോമ്പിനേഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് കളർ. അപ്പൊ അതേപോലെ തന്നെ ഈ പലതരത്തിലുള്ള ടേസ്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ടേസ്റ്റ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത് അപ്പൊ നോക്കിക്കേ, പുതിയതായിട്ട് 2 ടേസ്റ്റിന്റെ പേരൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ഒരെണ്ണം തന്നിട്ടുണ്ട്, യുമാമി. യുമാമി എന്ന് പറയുമ്പോൾ ഈ പ്രോട്ടീൻ, അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രോത്തിന് സഹായിക്കുന്ന, നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിന് സഹായിക്കുന്ന, അപ്പോൾ ഇറ്റ് ഈസ് ഗുഡ് ഫോർ അവർ ബോഡി. ഓക്കെ, അപ്പോ ആ പ്രോട്ടീന്റെ, അമിനോ ആസിഡിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ടേസ്റ്റ് ആണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ് യുമാമി എന്ന് പറയുന്നത്. This is the 5th taste to be scientist detected. ഇനി 6ാമതൊരു ടേസ്റ്റ് ഉണ്ട്, ഒളിഗോഗസ്റ്റസ് എന്ന് പറയും. ഫാറ്റി ഫുഡ്, ചിക്കൻ, മീറ്റ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഫുഡ് നമ്മൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫുഡിനോട് നമുക്കൊരു അഡിക്ഷൻ, ഒരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ അതിന്റെ ഒരു ഫാറ്റ് കണ്ടന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ഒളിഗോഗസ്റ്റസ് എന്ന് പറഞ്ഞ. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി, കൂടുതലായിട്ടുള്ള അറിവൊന്നും നമുക്കില്ല. അപ്പോ ഏതെല്ലാം തരത്തിലുള്ള ടേസ്റ്റ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക? സ്വീറ്റ്, സോൾട്ട്, സവർ, ബിറ്റർ, യുമാമി ആൻഡ് ഒളിഗോഗസ്റ്റസ്. ഇനി ഹൗ വി എക്സ്പീരിയൻസ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതുവരെയും പഠിച്ചത് എങ്ങനെയാണ്, നമ്മൾ ഒരു സ്റ്റിമുലസ് എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത്. ടേസ്റ്റ് ഈസ് എ സ്റ്റിമുലസ്. റിസപ്റ്റേഴ്സ് ആ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നു. റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവുന്ന ഉടനെ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു, നെർവ്സ് വഴി അത് ബ്രെയിനിൽ എത്തുന്നു. വി എക്സ്പീരിയൻസ് ദ കറസ്പോണ്ടിങ് ടേസ്റ്റ്. ഇനി ഈ നമ്മുടെ ടങ് ആണ് ടേസ്റ്റിനെ റിസീവ് ചെയ്യാനുള്ള സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് ടങ് ആണ്. ടങ്ങിന്റെ സർഫസിൽ ബൾബ് പോലെയുള്ള പ്രൊജക്ഷൻസ് നിങ്ങൾക്ക് കാണാം. കണ്ണാടിയിൽ ചെന്ന് സൂക്ഷ്മമായിട്ടൊന്ന് നോക്കിയാൽ മതി. ടങ്ങിന്റെ സർഫസിൽ കാണുന്ന പ്രൊജക്ഷൻസ്, അതിന് പറയുന്ന പേരാണ് പാപ്പിലെ. ടങ്ങിന്റെ സർഫസിൽ കാണുന്ന പ്രൊജക്ഷൻസിന് പറയുന്ന പേരാണ് പാപ്പിലെ. പാപ്പിലേക്കുള്ളിലാണ് ടേസ്റ്റ് ബഡ്സ് അല്ലെങ്കിൽ ടേസ്റ്റ് റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ കീമോ റിസപ്റ്റേഴ്സ്. ടേസ്റ്റ് ബഡ്സ് എന്ന് പറയും. ടേസ്റ്റ് ബഡ്സ് ആണ് ടേസ്റ്റ് റിസപ്റ്റേഴ്സ്. അത് കെമിക്കൽസ് ആണ്, അത് അതിനെ റിസീവ് ചെയ്യുകയാണ്. അതുകൊണ്ട് അതിനെ കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ടങ്ങിൽ കാണുന്ന ബൾബിലെ പ്രൊജക്ഷൻസ്, പാപ്പിലേക്കുള്ളിലാണ് ടേസ്റ്റ് റിസപ്റ്റേഴ്സ് ഉള്ളത്. ഇനി നമ്മൾ എങ്ങനെയാണ് ടേസ്റ്റ്, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് പാർട്ടിക്കിൾസ്, കഴിക്കുന്ന ആഹാരത്തിലെ പാർട്ടിക്കിൾസ് സലൈവായുമായിട്ട് മിക്സ് ചെയ്യും.
saliva dissolve ചെയ്ത് saliva reaches the chemoreceptors. They get stimulated and impulses are generated. Impulses are transmitted through the nerves and we experience the corresponding taste. Sense of taste. Chemoreceptors seen inside the mouth and tongue. Mouthilum chemoreceptors and tongue help us to detect taste. These are seen mainly on the surface of the tongue. Mainly these are seen on the surface, tongue in the surface. Mouthilum chemoreceptors and the projected structures seen on the surface of the tongue are called papillae. The parts seen on the papillae that detect taste are the taste buds. We have taste buds that are stimulated by taste like sweet, salt, sour, bitter, umami, etc. Each taste bud has chemoreceptors that help to detect different taste. Substance responsible for taste dissolve in saliva. That is the important. You should underline that and write in your notebook. ഒരുപാട് വായിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ആണ്ട ഇത്രയും കാര്യങ്ങൾ ഹൗ വി എക്സ്പീരിയൻസ് ടേസ്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സബ്സ്റ്റൻസ് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ് ഡിസോൾവ് ഇൻ സലൈവ they stimulate the chemoreceptors and generate impulse. These impulses reach the brain through the respective nerves and we experience taste. That's all about the tongue. Then the next is smell. To the nose is the sense organ to detect smell. ഇനി നോസിൽ കാണുന്ന റിസപ്റ്റേഴ്സിന് എന്താ പിന്നെ റിസപ്റ്റേഴ്സ് നമ്മൾ പറയുന്ന പേരെന്താണ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. നോസിൽ നിന്നും ബ്രെയിനിലേക്ക് അറൈസ് ചെയ്യുന്ന നെർവ്സിന് പറയുന്ന പേരാണ് ഓൾഫാക്ടറി നെർവ്സ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചിത്രം കാണാൻ സാധിക്കും. ഓൾഫാക്ടറി നെർവ്സ് നോസിൽ കാണുന്ന ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉണ്ടോ? ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് അത് ജോയിൻ ചെയ്യുന്ന അതെല്ലാം കൂടെ ഓൾഫാക്ടറി നെർവായിട്ട് ജോയിൻ ചെയ്യുന്നു. ഇപ്പൊ നോസില് ഹെയർസ് ഉണ്ട്, മ്യൂക്കസ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പനിയൊക്കെ വന്ന് ഒരുപാട് മ്യൂക്കസ് സെക്രേറ്റ് ചെയ്യും. എന്തിനാണ് ഒരുപാട് മ്യൂക്കസ്? ഇപ്പൊ ഇൻഫെക്ഷൻ ഉണ്ടായി അപ്പൊ ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യാനാണ് ഉള്ള എൻസൈം ലൈസോസൈം മ്യൂക്കസിലുണ്ട്. അപ്പൊ അതിനാണ് കൂടുതൽ മ്യൂക്കസ് സെക്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ നെർവ്സ് ഒക്കെ ഇനാക്റ്റീവായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ടേസ്റ്റ് ഒക്കെ അറിയാൻ പറ്റില്ല. ടേസ്റ്റ് എന്ന് പറയുന്നത് ടേസ്റ്റ് ബഡ്സിന്റെ മാത്രമല്ല സ്മെല്ലും അതിന്റെ ഒരു ഘടകമാണ്. നമുക്ക് ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ സ്മെല്ലും സഹായിക്കുന്നുണ്ട്. ടേസ്റ്റ് കൂട്ടാനായിട്ട് അതിന്റെ സ്മെല്ല്, കറുവേപ്പിലൊക്കെ ഇടുമ്പോഴുള്ള സ്മെല്ല്, മസാലയുടെയൊക്കെ സ്മെല്ല് നമുക്ക് സലൈവേഷന് കാരണമാവുന്നത് കൊണ്ടാണ്. അപ്പോ ഈ മ്യൂക്കസ് ഒരുപാട് സെക്രീറ്റ് ചെയ്യുമ്പോൾ ഈ നെർവ്സ് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കാതെ വരും. അങ്ങനെയാണ് നമുക്ക് പനിയൊക്കെ വരുമ്പോൾ ഫുഡ് എന്ത് കഴിച്ചാലും നമുക്ക് ടേസ്റ്റ് ഇല്ല, വേണ്ട എന്നൊക്കെ തോന്നുന്നത്. ഓക്കെ, അപ്പോ സ്മെല്ലിന് സഹായിക്കുന്ന ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്, നേസൽ ക്യാവിറ്റിയിൽ കാണുന്ന ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. അപ്പൊ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്, അരോമാറ്റിക് പാർട്ടിക്കിൾസ്, സ്മെല്ലിന്റെ പാർട്ടിക്കിൾസിന് പറയുന്ന പേരാണ് അരോമാറ്റിക് പാർട്ടിക്കിൾസ്. ഡിസോൾവ്സ് ഇൻ ദ എയർ, ഡിഫ്യൂസസ് ഇൻ ദ എയർ. They reaches the olfactory receptors. The receptors get stimulated, impulses are generated. These impulses are carried through olfactory nerve to the brain and we experience the smell. Olfactory receptors in the cells are neurons, nerve cells, modified neurons are receptors in the ചിത്രമാണ് ഇവിടെ ഉള്ളത്. താഴെ മ്യൂക്കസ് ആണ് കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, സെൻസ് ഓഫ് സ്മെൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യണം. അരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിഫ്യൂസ് ഇൻ ദ എയർ ആൻഡ് എൻറ്റർ ദ nostrils. These aromatic particles dissolves in the mucus inside the nostrils. Then what happens? Impulses are generated and these impulses are carried by the olfactory nerve. The impulses reach the brain and we experience the sense of smell. Appo eyes kandu, ears kandu, tongue, nose. Last one is the skin, receptors in the skin. നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചു നമ്മുടെ സ്കിന്നിൽ പല തരത്തിലുള്ള സെൻസസിനെ റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്.
ഓരോന്നിൻ്റെയും ചിത്രം കണ്ടോ? പെയിൻ റിസപ്റ്റേഴ്സ്. ഇപ്പോൾ ആ പെയിൻ റിസപ്റ്റേഴ്സ് എഴുതിയിട്ട് ആ ചിത്രം അതേപോലെ തന്നെ വരയ്ക്കണം. കോൾഡ് റിസപ്റ്റേഴ്സ്, അതിൻ്റെ സ്ട്രക്ചർ കണ്ടോ? ദെൻ ടച്ച് റിസപ്റ്റേഴ്സ്. ഈ 5 സെൻസസ് നമുക്ക് എക്സ്പീരിയൻസ്, സ്കിന്നിലൂടെ എക്സ്പീരിയൻസ് ഈ 5 സെൻസസ് നിങ്ങൾ ഓർത്തിരിക്കണം. പെയിൻ, കോൾഡ്, ടച്ച്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് സ്കിൻ. സ്കിന്നിൻ്റെ ഒരു സെക്ഷൻ ആണ്, ഒരു ചെറിയൊരു പാർട്ടാണ്. അവിടെ കാണുന്ന പലതരത്തിലുള്ള റിസപ്റ്റേഴ്സ് ആണ്. ഏതൊക്കെ റിസപ്റ്റേഴ്സ് ആണ്? പെയിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്, കോൾഡ് റിസപ്റ്റേഴ്സ് ഉണ്ട്, ടച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഹൗ വി എക്സ്പീരിയൻസ് പ്രഷർ ചോദിച്ചാൽ എന്താ പറയുന്നത്? അപ്പോൾ when the pressure receptors receives pressure, impulses are generated, impulses are carried by nerves to the brain and we experience pressure. How we experience touch? When there is a touch, the touch receptors get stimulated, impulses are generated. These impulses are carried by the nerves to the brain and we experience the sense of touch. എഴുതാവല്ലോ നിങ്ങൾക്ക്. ഓക്കെ, നെക്സ്റ്റ് റിസപ്റ്റേഴ്സ് ഇൻ വേരിയസ് ഓർഗാനിസംസ്. അപ്പോൾ സെൻസ് ഓർഗൻസ് ഇൻ വേരിയസ് ആനിമൽസ്. ഇപ്പം നമുക്ക് മാത്രമല്ല സെൻസ് ഓർഗൻസ് ഉള്ളത്, മറ്റ് എല്ലാ ഓർഗാനിസംസിനും സെൻസ് ഓർഗൻസ് ഉണ്ട്. എല്ലാവർക്കും നമ്മുടെ കൂട്ടുള്ള 5 സെൻസ് ഓർഗൻസ് അല്ല. അപ്പൊ അവയുടെ യൂസ് അനുസരിച്ച് എന്തിനാണ് ആനിമൽസിന് എന്തിനായിരിക്കും ഈ സെൻസ് ഓർഗൻസ്? ടു ഡിറ്റക്ട് പ്രേ, അവയുടെ ആഹാരം അവയ്ക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത് സെൻസ് ഓർഗൻസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ ടു എസ്കേപ്പ് ഫ്രം എനിമീസിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെ സെൻസ് ഓർഗൻസ് സഹായിക്കുന്നുണ്ട്. അവരുടെ കോളനീസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾക്കാണ് സെൻസ് ഓർഗൻസ് ആനിമൽസിന് യൂസ്ഫുൾ ആയിരിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള പ്രത്യേക തരത്തിൽ നമ്മൾ കാണുന്ന ഐസ്, ഇയേഴ്സ് കൂടാതെ മറ്റ് സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ്? മറ്റ് ഓർഗാനിസംസിൽ കാണുന്ന പ്രത്യേക തരത്തിലുള്ള സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ പ്ലാനേറിയ എന്ന് പറയുന്നത് ഒരു ഒച്ചിന്റെ വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ്, ഒരു പുഴുവാണ്. ഓക്കെ, വെള്ളത്തിലൊക്കെ കാണുന്ന പ്ലാനേറിയ. ഈ പ്ലാനേറിയയിൽ ഇതേ കണ്ടോ, ഇതിനകത്ത് ഈ ഫ്രണ്ടിൽ 2 ഡാർക്ക് ബ്ലാക്ക് സ്പോട്ട് കാണുന്നുണ്ട്. ഇതിന് പറയുന്ന പേരാണ് ഐ സ്പോട്ട്. ഇത് ഫോട്ടോ റിസപ്റ്റർ ആണ്, ലൈറ്റ് സെൻസിറ്റീവ് ആണ്. അപ്പൊ ഇതിന് വേറെ സെൻസ് ഓർഗൻസ് ഒന്നുമില്ല. ഈ ഐ സ്പോട്ട് ആണ് പ്ലാനേറിയയുടെ സെൻസ് ഓർഗൻ എന്ന് പറയുന്ന ഐ സ്പോട്ട് ആണ്. ഇപ്പൊ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഫോട്ടോ റിസപ്റ്റർ, ഇറ്റ് ഈസ് എ ഫോട്ടോ റിസപ്റ്റർ. അപ്പൊ ലൈറ്റ് വന്ന് അതനുസരിച്ചാണ് അപ്പോ ഇത് മൂവ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ദ ഹൗസ് ഫ്ലൈ. നമ്മുടെ ബട്ടർഫ്ലൈ, ഹൗസ് ഫ്ലൈ ഇതിലൊക്കെ കാണുന്ന സെൻസ് ഓർഗൻ ആണ്. അവയുടെ ഐക്ക് പറയുന്ന പേരാണ് ഒമാറ്റീരിയം. ഇതും ഫോട്ടോ റിസപ്റ്റർ ആണ്. ഈ ഒമാറ്റീരിയത്തിൽ കാണുന്നതും ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ്. ഇതിന് പറയുന്ന പേരാണ് ഒമാറ്റീരിയം. സ്നേക്കിന് ചെവിയൊന്നും ഇല്ലാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ആ സ്നേക്കിന് ഈ വൈബ്രേഷൻസ് അനുഭവപ്പെടാനായിട്ട് അവയുടെ ജോബോൺസിൽ ഒരു വൈബ്രേഷൻസ് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്നേക്കിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻസ് ഓർഗൻ പറയുന്ന പേരാണ് ജേക്കബ്സൺസ് ഓർഗൻ. അപ്പൊ ഈ ജേക്കബ്സൺസ് ഓർഗൻ അതിന്റെ വായ്ക്കുള്ളിലാണ് ഈ കാണപ്പെടുന്നത്, ജേക്കബ്സൺസ് ഓർഗൻ. അപ്പൊ എന്റെ ടങ് കണ്ടോ, ബൈഫർക്കേറ്റ് ചെയ്തിരിക്കുന്ന ടങ്. ഈ ടങ്ങില് ആരോമാറ്റിക് പാർട്ടിക്കിൾസ് വന്ന് ടച്ച് ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഇപ്പൊ എലിയാണോ, പിന്നെ മറ്റെന്തെങ്കിലും ജീവിയാണോ, കോഴിക്കുഞ്ഞാണോ, ഇതിന്റെ സ്മെല്ല് വന്ന് ഈ ടങ്ങിൽ വന്ന് സ്മെല്ലിന്റെ പാർട്ടിക്കിൾസ് വന്ന് ടച്ച് ചെയ്യും. ഇത് എന്ത് ചെയ്യുന്നറിയാമോ? ഇത് അകത്തേക്ക് വലിച്ച് ഈ ജേക്കബ്സൺസ് ഓർഗൻസിൽ ചെന്ന് ടച്ച് ചെയ്യുമ്പം ദേ ക്യാൻ ഐഡന്റിഫൈ ദ ഓർഗാനിസം. ഇപ്പൊ അടുത്തെങ്ങാണം പിന്നെ എലിയോ കോഴിക്കുഞ്ഞോ അതിന്റെ ആഹാരം ഉണ്ടെങ്കിൽ അതിന്റെ സ്മെല്ല് അതിന് കിട്ടും. അപ്പൊ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏതാണ്. അപ്പൊ അത് പാഞ്ഞോടിയാൽ അതിന്റെ വഴി നോക്കി പോയിട്ട് അതിനെ പിടിച്ച് ആഹാരമാക്കാനായിട്ട് ഇത് സാധിക്കും. അപ്പൊ സ്നേക്കിന്റെ സെൻസ് ഓർഗൻ ആണ് ജേക്കബ്സൺസ് ഓർഗൻ. ഷാർക്ക്, മിക്ക ഫിഷസിലും അതിന്റെ ലാറ്ററൽ ലൈൻ എന്ന് പറയും, സൈഡിൽ കാണുന്ന 2 സൈഡിലും കാണുന്ന ഒരു ഡാർക്ക് ഒരു ലൈൻ കാണും. എന്ന് പറയുന്ന പേര് അവിടെ പിന്നെ റിസപ്റ്റേഴ്സ് ഉണ്ട്. ലാറ്ററൽ ലൈനിൽ റിസപ്റ്റേഴ്സ് ആർ സീൻ ഇൻ ദ ലാറ്ററൽ ലൈൻ. ദേ ഹെൽപ്സ് ടു
ബാലൻസ് ദ ബോഡിയുടെ ബാലൻസിനെ സഹായിക്കും വെള്ളത്തിൽ പോകുമ്പോൾ. അതുപോലെ തന്നെ അടുത്തെങ്ങാനും പ്രേ അവയുടെ ആഹാരം ഉണ്ടെങ്കിൽ മറ്റേ എനിമീസ് ഇതിനെയൊക്കെ അതർ ഓർഗാനിസംസിനെയൊക്കെ അതിന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഈ ലാറ്ററൽ ലൈൻ സഹായിക്കും. അതുപോലെ ഈ ഷാർക്കിന് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉണ്ട് സെൻസ് ഓർഗൻസ് ആയിട്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം. റിസപ്റ്റേഴ്സ് ഇൻ വേരിയസ് ഓർഗാനിസംസ്, പ്ലാനേറിയ, ഐസ്പോട്ട് ടു ഡിറ്റക്ട് ലൈറ്റ്. ഹൗസ് ഫ്ലൈ അതിന്റെ സെൻസ് ഓർഗൻ ആണ് ഒമാറ്റിഡിയ, ഫോംഡ് ഓഫ് തൗസൻഡ്സ് ഓഫ് സ്മോൾ ഐസ്, കോമ്പൗണ്ട് ഐസ് എന്ന് പറയും. അതിലേക്ക് കാണുന്ന റിസപ്റ്റേഴ്സിന് പറയുന്ന പേരാണ് ഒമാറ്റിഡിയ. ദ ഐ ഓഫ് ആൻ ഇൻസെക്ട് കൺസിസ്റ്റ് ഓഫ് എ ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് കോൾഡ് ഒമാറ്റിഡിയ. Shark lateral line. There are receptors in the lateral line on either side of the body which help to detect the change in the balance of the body. Snake, Jacobson's organ. The aromatic particles that stick on the tongue of the snake reach Jacobson's organ seen on the roof of the mouth cavity. The olfactory receptors seen there get stimulated then. Okay. Then they can detect the organisms. These are the various sense organs. Now let's conclude. You have the assignments. You should write in your notebook this. Select the right answer from the following. While viewing nearby objects. ഇപ്പോൾ പെട്ടെന്ന് ഓർത്തോണം, അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോൾ കർവേച്ചർ, ലെൻസിന്റെ കർവേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, ലിഗമെന്റ്സ് റിലാക്സ് ചെയ്യുന്നു, സിലിയറി മസിൽസ് കൺസ്ട്രിക്ട് ചെയ്യുന്നു അല്ലേ. കർവേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? സിലിയറി മസിൽസ് റിലാക്സ്. സിലിയറി മസിൽസ് റിലാക്സ് ആണോ? കൺസ്ട്രിക്റ്റ്. അപ്പോൾ കൺസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ സിലിയറി മസിൽസ് കോൺട്രാക്ട് ഓർ കൺസ്ട്രിക്റ്റ്. അപ്പൊ സി ആണ് അതിന്റെ ശരിയായിട്ടുള്ളത്. സിലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ലിഗമെന്റ്സ് റിലാക്സ് ചെയ്യുന്നു, കർവേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. വ്യൂവിങ് നിയർ ബൈ ഓബ്ജക്ട്സിനെ കാണുമ്പോൾ സിലിയറി മസിൽസ് കൺട്രാക്ട്. Identify the odd one and write down the common feature of the others. Malleus, eustachian tube, stapes, incus. Definitely you can write the answer. Odd one is eustachian tube. അപ്പോൾ odd one മാത്രം എഴുതിയാൽ പോരാ, മറ്റിന്റെ കോമൺ ഫീച്ചർ എന്ന് പറയുമ്പോൾ others are the ear ossicles. Okay. Redraw the figure, identify the parts according to the hints and label the. അപ്പം ചിത്രം വരയ്ക്കുക, parts ആദ്യം ഐഡന്റിഫൈ. പാർട്ട് where the muscles that regulate the size of the pupil are seen. എവിടെയായിരിക്കും? ഐറിസിലായിരിക്കും. അപ്പൊ ഐറിസ് അവിടെ പോയിന്റ് ഔട്ട് ചെയ്യണം. ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ഏതാണ്? വിട്രിയസ് ഹ്യൂമർ. അപ്പോ വിട്രിയസ് ഹ്യൂമർ. The layer of eye where photoreceptors are seen. Retina. Retina identify ചെയ്യുക. Figure of ear is given. Redraw it and name and label the parts mentioned. Part that receives the vibrations of the eardrum. Eardrumil ninnulla vibrations. Eardrumil ninnulla vibrations receive ചെയ്യുന്ന ആരാണ്? Malleus. The tube malleus അവിടെ അടയാളപ്പെടുത്തണം. The tube that connects the pharynx. Connects ear-നെ pharynx-ആയിട്ട് കണക്ട് ചെയ്യുന്ന ഏതാണ്? Eustachian tube. Part where the auditory receptors are seen. Auditory receptors കാണുന്നത് ബേസിലാർ മെംബ്രെയിൻ, മിഡിൽ ചേംബറിനും ലോവർ ചേംബറിനും ഇടയിലുള്ള ബേസിലാർ മെംബ്രെയിൻ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.